സ്ഥിരീകരണത്തിൽ കർത്താവ് നമ്മളിവിടെ പ്രവർത്തിക്കണം. പ്രവർത്തനത്തെ എന്താ പറയണത്? മത്തായി മർക്കോസിൻ്റെ സുവിശേഷം 16:20 എന്താണ്? അവരുടെ പ്രസംഗങ്ങൾ കേട്ട് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരോട് പ്രവർത്തിക്കുക മാത്രമല്ല, അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടമ്പടി വേണ്ടത് സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യമില്ലാത്ത ഉടമ്പടി ദൈവത്തിൻ്റെ അടയാളമില്ലാത്തതാണ്, ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് എത്രയും വേഗം കണ്ണീരോടെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ഉടമ്പടിക്ക് അടയാളം തരണമെന്ന് പ്രാർത്ഥിക്കണം. സോ ദാറ്റ് ഐ മേ ടെസ്റ്റിഫൈ യു, നിൻ്റെ ജീവന്, നിൻ്റെ പുനരുത്ഥാനത്തിന് ഞാൻ സാക്ഷിയാകാൻ വേണ്ടി എൻ്റെ ഉടമ്പടിക്ക് അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമേ, എനിക്ക് അനുഭവിക്കാൻ യോഗ്യത തരണമേ. കർത്താവേ, എൻ്റെ ഉടമ്പടിയെ സ്ഥിരീകരിച്ചുകൊണ്ട് എനിക്ക് അടയാളം നൽകിക്കൊണ്ട് എൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. എബ്രഹാത്തിനെ പോലെയില്ല, ഉടമ്പടി ഉഴപ്പാത്ത, ഉടമ്പടിയിൽ അവിശ്വസ്ത കാണിക്കാത്ത ഒരാളിൻ്റെ മധ്യസ്ഥതയിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയാണത്. അവസാന നിമിഷം വരെ അവൻ്റെ ചോരയിൽ ചവിട്ടി നിൽക്കുമ്പോഴും അമ്മ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അതാണ് മരിയൻ കവനൻ്റ്. അപ്പാ ആദ്യം പറഞ്ഞത് ഇപ്പോഴും പറയണം, അപ്പാ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ അവിടെ പൂർത്തിയാക്കുന്നത്. ഒരു കാലത്ത് ഏത് കാലാവസ്ഥയിൽ സ്വന്തം മകൻ ഒരു കുറവിറച്ചിയായിട്ട് മരത്തിൽ കെട്ടിത്തൊങ്ങുമ്പോഴും അമ്മ അതിൻ്റെ ആ രക്തത്തെ ചവിട്ടിക്കൊണ്ട് അമ്മ ഉടമ്പടിയായി ഉറപ്പിച്ചുകൊണ്ട് നിൽക്കും. ആ ആളിൻ്റെ പേരിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ലോകം കണ്ട, മനുഷ്യരാശി കണ്ട, ഇത് സോളിസ്റ്ററി ബെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന വേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യരാശിയുടെ ഏക അഭിമാനം എന്താണത്? അമ്മയാണ്. അമ്മയുടെ മാധ്യസ്ഥ വിശ്വസ്തത, അമ്മയുടെ ദൈവതിരുസന്നിധിയിലുള്ള ഏറ്റെടുപ്പും, ആ ഏറ്റെടുപ്പിന് അന്ത്യം വരെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് സുവിശേഷം സാക്ഷിയാകാനുള്ള അമ്മയുടെ മധ്യസ്ഥതയിലാണ് നിങ്ങൾ ഉടമ്പടി ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെ പോലെ ഏത് കാലാവസ്ഥകളും മാറി മാറി വന്നാലും സന്തോഷത്തോടെ വിശുദ്ധതയോടെ അത് പാലിച്ച് പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അനോയിന്റ് ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വളരെ ശക്തമായ ദൈവ ചൈതന്യം ഓളം വെട്ടുന്ന ഒരു സമയമാണ്. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 2 മണിക്കൂർ ആരാധനയുടെ ശക്തമായ അഭിഷേക നിമിഷത്തിലാണ് നിങ്ങളും ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും. ആ ഓൺലൈനിൽ പ്രാർത്ഥന എപ്പോൾ കൂടിയാലും ഇതേ ഇഫക്റ്റിലാണെന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുക മനസ്സിലാകും. അതുകൊണ്ട് രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക, രോഗമുള്ളിടത്ത് കൈവെക്കുക. ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. കിഡ്നി രോഗികളെ നടുവിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസിറ്റ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. ശിരസംബന്ധമായ രോഗങ്ങളുള്ളവരെ ശിരസ് കൈവെക്കുക. സ്പോണ്ടിലോസിസ്കാർ പിൻകഴുത്തിൽ കൈവെക്കുക. PCOD രോഗമുള്ളവരെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. പാൻക്രിയാസ് രോഗമുള്ളവരെ നെഞ്ചിൻകൂടിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. മക്കളില്ലാത്തവരെ കൂടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോഴും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ഈ ഒരു മാസത്തിലെ ഏറ്റവും വലിയൊരു സമയമാണ് നിങ്ങളുടെ. അനേകായിരങ്ങൾ ഈ സമയത്താണ് ദൈവം ഇടപെട്ടിരിക്കുന്നത്. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങയുടെ പുരോഹിതൻ, അങ്ങയുടെ അഭിഷിക്തൻ, എൻ്റെ 36 കൊല്ലത്തെ കൃപാനയുടെ യോഗ്യതയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ
കർത്താവെ ഈ മക്കൾക്ക് അടയാളങ്ങൾ നൽകണമേ. മർക്കോസ് 16:20 പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് അവരോട് കൂടെ സഹകരിച്ചതുപോലെ കർത്താവെ ഞങ്ങളോട് കൂടെയും കർത്താവ് സഹകരിക്കണമേ കർത്താവെ അടയാളങ്ങൾ കൊണ്ട് കർത്താവെ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമേ കർത്താവെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ്, തീർത്ഥാടന ഉടമ്പടിയിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരുടെ ഉടമ്പടികളെ കർത്താവെ ഉടമ്പടി ചെയ്യാൻ പോകുന്നവരെ കർത്താവെ കേൾക്കുന്നുമ്പേ ഉത്തരം അറിയുന്ന നല്ല ദൈവമേ. 65:23 പ്രാർത്ഥിക്കുന്നു, 24 ഐസയ 65:24 പ്രാർത്ഥിക്കുന്നു. ഞാൻ കേൾക്കുന്നുമ്പേ, ഞാൻ വിളിക്കുന്നുമ്പേ അവർക്ക് ഉത്തരമടക്കം കർത്താവെ. ആ വാക്കം കർത്താവെ അങ്ങ് പാലിച്ചുകൊണ്ട് കർത്താവ് ഇപ്പോഴ് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ കർത്താവെ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവെ നിന്റെ വലത് കറന്നിട്ടുള്ള പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഈ കാലമെല്ലാം എടുത്ത ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയാൽ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിൽ കൃപാസ്ഥാനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തിരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാവിധ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കും, മനസ്സിലാകും. എത്ര ഹെവി ഡ്യൂട്ടിയുള്ള വിഷയമായാലും, കാലഹരണപ്പെട്ടെന്ന് വിചാരിച്ച വിഷയമായാലും, ഫയൽ ക്ലോസ് ചെയ്ത വിഷയമായാലും, വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യമായാലും അമ്മ അത് നടത്തി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറയണതിൻ്റെ അന്വർത്ഥമാകുന്നത് ഉടമ്പടിയിലാണ് കാര്യം. ഉടമ്പടി ഒരാൾ ഉഴപ്പിയാലും ഈശോ അത് ഏറ്റെടുത്തിരിക്കും. അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം. പക്ഷേ അതേസമയം തന്നെ വിശ്വസ്തത പാലിക്കണമെന്നാണ് ഇന്നത്തെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകംപൊരുള്. കർത്താവെ, ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിലോടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, പഠനങ്ങളിൽ ഓരോരുത്തരും എത്താത്തവർ, പഠനം കൂമ്പടഞ്ഞു പോയവരെ അവരെ ഇപ്പോഴും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, വിവാഹം ഒത്തുവരാത്തവരെ, ഒത്ത വിവാഹം കർത്താവെ അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരെ, വിവാഹത്തിൻ്റെ മോചനത്തിൻ്റെ വക്കിലെത്തിപ്പോയവർ കർത്താവെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരീക്ഷ എഴുതുന്നവരെ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ കർത്താവെ എല്ലാം എഴുതുന്നവരെ, എഴുതിപ്പോയി കഴിഞ്ഞവരെ കർത്താവെ, അത് പൊളിഞ്ഞു പോയല്ലോ എന്നോർത്തിട്ട് തോക്കുമെന്നല്ലോർത്ത് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരെ എല്ലാം നീ ഏറ്റെടുക്കണമേ കർത്താവെ. എസെക്കിയേലിന് 37-ാം അധ്യായത്തിൽ കർത്താവെ എല്ലാം ജീർണ ചസ്തികളുടെ മേൽ ആത്മാവ് ചലിച്ചതുപോലെ കൈവിട്ടുപോയ എല്ലാ അവസ്ഥകളുടെ മേൽ, നിർജ്ജീവമായ കടകൾ, കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, റിസോർട്ടുകൾ, അതുപോലെ ഹൗസ് ബോട്ടുകൾ, അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള എല്ലാ തകർച്ചകൾ, കടങ്കര് വള്ളങ്ങൾ ഇരുന്ന് പോകുക കർത്താവ്. എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോയെ, തകർന്ന ജീർണ അസ്ഥികളിലൂടെ ആത്മാവ് ചലിച്ചപോലെ മാറിയ പരിശുദ്ധ അമ്മയിൽ അധിവസിച്ച പരിശുദ്ധാത്മാവ്, ഉടമ്പടിയുടെ ആത്മാവ് ഇപ്പോഴും കർത്താവ് നിങ്ങളുടെ ജീർണതകളിലൂടെ സഞ്ചരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, നഷ്ടപ്പെട്ട തൊഴിലുകൾ, തോറ്റുപോയ പരീക്ഷകൾ എല്ലാം ഈശോ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഏറ്റെടുക്കട്ടെ, നിങ്ങൾ വിജയിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കിട്ടുന്ന രേഖകൾ ചിലപ്പോൾ വിസ ആയിരിക്കാം, ചിലപ്പോൾ റിലീവിങ് ഓർഡർ ആയിരിക്കും, ചിലപ്പോൾ അക്കാമയായിരിക്കാം, ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള പേപ്പറായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയി കാണും, ചില പ്രമാണങ്ങൾ കാണാതായി പോയി കാണാം, ചിലപ്പോൾ നമ്മളുടെ വീടിൻ്റെ പുരയിടത്തിൻ്റെ പ്രമാണങ്ങളോ പട്ടയങ്ങളോ മുന്നാധാരങ്ങളോ കാണാത്ത അവസ്ഥയാകാം. എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. എന്ത് വിഷയങ്ങളോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ്, എപ്പിലെപ്സി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയോ, അതുപോലെ ഒത്തിരിയേറെ സ്റ്റിറോയിഡിൽ കഴിക്കുന്ന മക്കളെ, ഡ്രൈക്കാഡിൻ പോലെ മാനസിക രോഗത്തിന് പോയി മരുന്ന് കഴിക്കുന്ന മക്കളെ, അവിടെ ഔഷധങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അപസ്മാര രോഗികൾ, അതുപോലെ എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസം രോഗികൾ, ഡൗൺ സിൻഡ്രോം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോൾ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ രക്തത്താൽ ഇപ്പോഴും തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങൾ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ രക്തത്താൽ കിഡ്നി രോഗങ്ങൾ, കർത്താവ് കരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ സമാപനാശീർവാദം മുട്ടേ നിൽക്കുക. എല്ലാ ഉടമ്പടി നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. കൃപാസന താരയിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,